ഓം നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 11. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ഇങ്ങനെ കാല് തലയിൽ വെച്ച് 3 അടി അളന്ന്, അപ്പോൾ ആ സമയത്ത് പാതാളത്തിലേക്ക് ഭൂമി വിളർന്ന അദ്ദേഹം പാതാളത്തിലേക്ക് താഴ്ന്നു പോയി എന്നാണ്. അങ്ങനെ മഹാബലിയോടൊപ്പം വാമനനും പാതാളത്തിലെത്തി. വാത്സല്യപൂർവ്വം പറഞ്ഞു, ഭക്തോത്തമ, അനവധി യാഗകർമ്മങ്ങൾ, വിശേഷിച്ച് 1000-നുമേൽ അശ്വമേധ യാഗങ്ങളൊക്കെ നടത്തിയിട്ടുള്ള അങ്ങയ്ക്ക് ഇപ്രകാരം ഒരു പാതാളവാസം ലഭിച്ചതിൽ അങ്ങ് സങ്കടപ്പെടരുത്. അതിന് അദ്ദേഹം കാരണമായി പറയുന്നത്, ലോകം ദുഃഖ സുഖ സമ്മിശ്രമാണ്. അങ്ങ് സുഖമല്ലാതെ ദുഃഖം ഒരിക്കൽ പോലും അല്പം പോലും അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ദുഃഖം കൂടി, അതായത് പ്രാരാബ്ധ ദുഃഖം കൂടി അനുഭവിച്ചാലാണ് സായുജ്യ പദത്തിന് അങ്ങ് അർഹനാവുകയുള്ളൂ. അതുകൊണ്ട് അതും അദ്ദേഹത്തെ പാതാളത്തിലേക്ക് അയക്കാൻ ഒരു കാരണമായി എന്നാണ് മഹാബലിയോട് വാമനൻ ആ സമയത്ത് പറയുന്നത്. പിന്നെ പറയുന്നു, കൂടാതെ അങ്ങയുടെ പിതാവായ വിരോചനന്റെ പാപഫലം കൂടി പുത്രനായ അങ്ങ് കുറച്ചനുഭവിക്കണം എന്നും പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാരണം, അങ്ങ് 3 ലോകത്തിൻ്റെയും നാഥനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു. പക്ഷേ ഭൂലോകത്തിൻ്റെയും സ്വർഗലോകത്തിൻ്റെയും നാഥസ്ഥാനം അങ്ങേക്ക് ലഭിച്ചു എന്നാൽ പാതാളത്തിൻ്റെ നാഥസ്ഥാനം അങ്ങേക്ക് ലഭിച്ചിരുന്നില്ല. അപ്പോൾ ആ സ്ഥാനം കൂടി വഹിക്കേണ്ടതിന് അങ്ങ് ഇവിടെ വന്നു എന്നാണ്. അപ്പോൾ മഹാബലി ദേവലോകം ആക്രമിച്ച് കീഴടക്കി ഇന്ദ്രൻ ഏതോ വനത്തിലേക്കൊക്കെ ഓടിപ്പോയ ആ സമയത്ത് മഹാബലി പറഞ്ഞിരുന്നു, ഞാൻ 3 ലോകങ്ങളുടെയും നാഥനാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ സത്യമാകണമെങ്കിൽ അദ്ദേഹം 3 ലോകത്തിൻ്റെയും നാഥസ്ഥാനം വഹിക്കണമല്ലോ. അങ്ങനെ ഒരു കാരണം കൂടി ഇദ്ദേഹം പാതാളത്തിലേക്ക് താഴ്ത്തപ്പെടാൻ ഉണ്ടായി എന്നാണ് അപ്പോൾ വാമനൻ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങയ്ക്ക് ഇങ്ങനൊരു ഇതുകൂടി വഹിക്കേണ്ടി വന്നത്, അങ്ങ് ഇവിടെ വന്നത് ഈ അങ്ങയിൽ പ്രകാശിക്കുന്ന പരിശുദ്ധിയുടെയും പുണ്യോത്കർഷത്തിൻ്റെയും പരിമളം ഈ പാതാളത്തിൽ കൂടി പരന്ന് ഇവിടെയും ശുദ്ധമാവട്ടെ എന്ന് പറഞ്ഞു. അതായത് ഇദ്ദേഹം അസുര ചക്രവർത്തിയാണെങ്കിൽ പോലും ദേവന്മാരെ പോലും വെല്ലുന്നത്ര നല്ല ഒരു രാജാവാണ്. 1000 അശ്വമേധയാഗങ്ങൾ നടത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഇന്ദ്രനേക്കാൾ യോഗ്യനായ രാജാവാണ് ഇദ്ദേഹം. ഇന്ദ്രപദവിക്ക് പോലും അർഹനായ രാജാവാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആ നന്മ കൊണ്ട് പാതാളവും ശുദ്ധമാകട്ടെ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ വിജ്ഞാനിയും ദാനശീലനും ധർമ്മിഷ്ഠനും പുണ്യവാനും സർവോപരി ഭക്തോത്തമനുമായ അങ്ങ് തൽക്കാലം മനസ്സിനെ ബാധിച്ച അഹങ്കാരത്തിന്റെ ഫലമായി ദേവലോകം പിടിച്ചടക്കി. ഇന്ദ്രനെ നാട്ടിൽ നിന്നും നിഷ്കാസനം ചെയ്തു. ആ വൈരാഗ്യത്തിന് ആദ്യ കാരണക്കാരൻ ഇന്ദ്രനാണെങ്കിലും ദേവലോകം ദേവകൾക്കുള്ളതാണ്. അത് ബ്രഹ്മദത്തമായ അവകാശമാണ്. വിജ്ഞാനിയായ അങ്ങ് ആ തത്വം വിസ്മരിച്ചപ്പോൾ അതൊരു പാപമായി തീർന്നു. അത് വിസ്മരിച്ച് പ്രവർത്തിച്ചതുമൂലം അതിൻ്റെ ഒരു ഫലം കൂടി അങ്ങയ്ക്ക് ധർമ്മഭ്രംശം നേരിട്ടു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അങ്ങേക്ക് താൽക്കാലികമായി ഈ പാതാളവാസം അനുഭവിക്കേണ്ടി വന്നതെന്നാണ് മഹാബലിയോട് വാമനൻ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്തുവാൻ പുണ്യവാനായ അങ്ങയെ ഞാൻ ശിക്ഷിച്ചതല്ല, ഇന്ദ്രനേക്കാൾ ശ്രേഷ്ഠനും പുണ്യവാനുമാണ് അങ്ങെന്നും മഹാബലിയോട് വാമനൻ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് സാവർണി മനുവിൻ്റെ കാലത്ത്, അതായത് അടുത്ത മനുവിൻ്റെ കാലത്ത് സ്വർഗലോകത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ലോകം അങ്ങേക്ക് സിദ്ധിക്കും. അന്ന് അങ്ങ് മഹേന്ദ്രനായി വാഴിക്കപ്പെടും. അങ്ങയുടെ നാമം എൻ്റെ നാമത്തോടൊപ്പം ഭൂമിയിൽ എന്നെന്നും നിലനിൽക്കും. ഇന്ദ്രനായി വാണ് ഒടുവിൽ അങ്ങ് എൻ്റെ പാദങ്ങളിൽ വിലയം പ്രാപിച്ച് മുക്തി അടഞ്ഞുകൊള്ളുക. അങ്ങയുടെ പിതാമഹൻ വന്നത്
അങ്ങയെ അനുഗ്രഹിക്കുവാനാണ്, അങ്ങയ്ക്ക് സർവമംഗളങ്ങളും സിദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാതാളത്തിലേക്ക് താഴ്ത്തപ്പെടുന്ന ആ സമയത്ത് പിതാമഹനായ പ്രഹ്ലാദൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ മറ്റാർക്കും അത് കാണാൻ സാധിച്ചില്ല. അദ്ദേഹം വന്നത് നമ്മുടെ മഹാബലിയെ അനുഗ്രഹിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഇപ്പോൾ മഹാബലിയോട് വാമനൻ പറയുകയാണ്. അങ്ങനെ വാമനമൂർത്തി മഹാബലിയെ അനുഗ്രഹിച്ച് തൻ്റെ വിശ്വരൂപവും കാട്ടിക്കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വിശ്വരൂപമൊക്കെ കാട്ടിക്കൊടുത്തിട്ട് ഭഗവാൻ അപ്രത്യക്ഷമാകാൻ തുടങ്ങിയപ്പോൾ മഹാബലി പറഞ്ഞു, ഭഗവാനെ, എൻ്റെ പ്രജകളെ ആണ്ടിലൊരിക്കൽ സന്ദർശിക്കാനുള്ള അവസരം നെന്തിലൂടെ എനിക്ക് അനുവദിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ വാമനൻ പറഞ്ഞു, ആണ്ടുതോറും എൻ്റെ ജന്മദിനമായ ശ്രാവണ മാസത്തിലെ തിരുവോണ ദിവസം ഭൂമിയിൽ അങ്ങയ്ക്ക് ഇഷ്ടമുള്ള ദേശത്ത് പോയി അങ്ങയുടെ പ്രജകളെ കണ്ട് മടങ്ങിപ്പോരാൻ അനുവാദവും കൊടുത്തു. ഇപ്രകാരം മഹാബലിക്ക് വേണ്ട അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നൽകി വാമനൻ തിരിച്ച് ഭൂമിയിൽ വന്ന് അദ്ദേഹം ആരംഭിച്ച ആ മഹായജ്ഞം വിധിപ്രകാരം പൂർത്തിയാക്കി അവഭൃത സ്നാനവും നടത്തി. അപ്പം മഹാബലി ഒരു മഹായാഗം നടത്തിക്കൊണ്ടിരുന്നിടത്തുനിന്നാണ് അദ്ദേഹത്തെ ഈ പാതാളത്തിലേക്ക് താഴ്ത്തിയത്. അപ്പോൾ വാമനൻ ഈ പാതാള ലോകത്തു നിന്ന് തിരിച്ചു ചെന്ന് ആ യാഗമെല്ലാം വിധിപ്രകാരം ആ മഹായജ്ഞം പൂർത്തിയാക്കി. അനന്തരം മാതാവായ അതിഥി ദേവിയെ ചെന്ന് കണ്ട് പാദങ്ങളിൽ വീണ് വന്ദിച്ചു. അമ്മയുടെ സന്നിധിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ദേവലോകാധിപത്യം വീണ്ടും പുരന്തരന് അദ്ദേഹം ദാനം ചെയ്തു. അന്നു മുതൽ അദ്ദേഹം ഇന്ദ്രസോദരനായും ഭവിച്ചു. അപ്രകാരം മാതാവിൻ്റെ സങ്കടം പരിഹരിച്ചതിനു ശേഷം വാമനൻ ഗോമതി നദീ തീരത്തുള്ള സിദ്ധാശ്രമത്തിൽ പോയി തപസ്സനുഷ്ഠിച്ച് തൻ്റെ കാരണമായ മഹാവിഷ്ണുവിൽ വിലയം പ്രാപിച്ചു. അപ്പോൾ ഇനി അടുത്തത് ഈ മനുക്കൾ ആരെല്ലാം എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ശൗനകൻ ചോദിച്ചു, സാവർണി മനു ആരാണ്, എത്രാമത്തെ മനുവാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം സൂതൻ പറഞ്ഞു, വൈവസത മനുവിൻ്റെ കാലമാണ്, 7ാമത്തെ കാലമാണത്, 7ാമത്തെ മനുവാണ് അദ്ദേഹം. ഇനിയത്തെ മനു, അതായത് 8ാമത്തെ മനു സാവർണിയാണ്. വൈവസ്വതൻ വിവസ്വാന്റെ, അതായത് സൂര്യന്റെ പുത്രനായതുകൊണ്ടാണ് ആ പേരുണ്ടായത്. സൂര്യവംശം ഉത്ഭവിച്ചത് വൈവസ്വതനിൽ കൂടിയാണ്. സൂര്യപത്നിയായ സപ്ഞയാൽ സൃഷ്ടിക്കപ്പെട്ട സവർണ എന്ന വനിതയിൽ സൂര്യനുണ്ടായ ഒരു പുത്രനാണ് സാവർണി. അപ്പോൾ ഇനി അടുത്തത് മനുക്കൾ ആരെല്ലാമാണെന്നാണ്. അപ്പം നമുക്കത് അടുത്ത വീഡിയോയിൽ പറയാം.